കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. സാബുവിന്റെ വീട് സന്ദർശിച്ച ശേഷം കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ CPM നേതാക്കളായ പ്രതികളെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പോലീസ് അട്ടിമറിക്കുകയാണ്. സാബുവിന്റെ കുടുംബത്തെ CPM വേട്ടയാടുന്നു. അവർക്ക് നിയമപരമായും രാഷ്ട്രീയമായും എല്ലാ സഹായവും നൽകും. CPM നേതാവ് സജി ഭീഷണിപ്പെടുത്തിയതാണ് മരണകാരണമെന്ന് സാബുവിന്റെ കുടുംബം പറഞ്ഞു. എന്നാൽ സജിയെ പ്രതിസ്ഥാനത്ത് പോലും ചേർത്തിട്ടില്ലെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ആക്ഷേപവും അധിക്ഷേപവും മാത്രമല്ല, ഭീഷണിയുടെ സ്വരവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിലായി ഈ സാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPMന്റെ നേതാവും ആ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ഡയറക്ടറുമായിരിക്കുന്ന സജി വളരെ രൂക്ഷമായി ഈ സാബുവിനോട് സംസാരിക്കുകയും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ്. അതിൻ്റെ ശബ്ദരേഖകളുണ്ട്. അതിൻ്റെ ശബ്ദരേഖകൾ പോലീസിന് നൽകിയിട്ടും ഇപ്പോൾ ഞങ്ങൾ കാണുന്ന FIRൽ സജിയെ പ്രതിയാക്കുക പോലും ചെയ്തിട്ടില്ല. പോലീസ് വളരെ ഒരു കുറ്റകരമായ അനാസ്ഥയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്ത് പോലും ചേർക്കാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനും പ്രത്യേകിച്ച് ഈ CPM നേതാവായ സജിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഈ തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. അത് പൊതു സമൂഹത്തിൽ ഉയർത്തി കാണിക്കുകയും തുറന്നു കാണിക്കുകയും അതോടൊപ്പം തന്നെ നിയമപരമായി ചോദ്യം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ള കാര്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ CPM നേതാക്കളായ പ്രതികളെ ആഭ്യന്തര വകുപ്പ് സംരക്ഷിക്കുന്നു എന്നതിന്റെ ഉദാഹരണം നിരവധിയാണ്. മണി MLA നടത്തിയ അധിക്ഷേപ പരാമർശത്തെയും നിയമപരമായി നേരിടാനുള്ള സാധ്യതകൾ നോക്കും. ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തെയും മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, KPCC സെക്രട്ടറിമാരായി തോമസ് രാജൻ, MN ഗോപി, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, നേതാക്കളായ തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, മനോജ് മുരളി, പ്രശാന്ത് രാജു തുടങ്ങിയവരും MLAയ്ക്കൊപ്പമുണ്ടായിരുന്നു.